പ്രജിനെ പാട്ടുപാടി നല്ല പരിചയമാണല്ലോ. അപ്പൊ നമുക്ക് പാട്ടൊക്കെ അറിയാവുന്ന ഒരാളെ വിളിച്ചല്ലോ. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊരു അതിഥിയായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലെ ടിനി ടോം വന്നിട്ടുണ്ട്. നമ്മുടെ തന്നെ കുടുംബാംഗമാണ് ടിനി ടോം. അതിന് ഒരു വലിയ സിനിമ അതൊക്കെ പറയണല്ലോ. ടിനി ടോം വരൂ. ടിനി ഞായറാഴ്ചയായിട്ട് പരിപാടി പള്ളി പോണം, പിന്നെ ശ്രീകണ്ഠൻ സാറിനെ കാണണം. നന്നായി ടിനി വന്നാൽ നന്നായി. കാര്യം നമ്മള് പ്രത്യേകിച്ച് ഒരു നമ്മുടെ ക്രൂസൈഡ് എന്നാണ് ചെന്നിത്തല വിശേഷിപ്പിച്ചത്. ഒരു കുരിശുദ്ധം നമ്മളിത് അവസാനിപ്പിച്ച് അടങ്ങും. അപ്പൊ നമ്മുടെ ഇപ്പം ടിനിയെ കൊണ്ടുവന്നൊന്ന് പാടിപ്പിക്കണം നമുക്കങ്ങ് തോന്നി. അതുകൊണ്ട് ഞായറാഴ്ച രാവിലെ ബുദ്ധിമുട്ടല്ലോ. തകൃതിയായ പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ഇല്ല ടിനിയുടെ ഉത്തരവാദിത്തം എന്താണ്? കേരള പോലീസിന്റെ യോദ്ധാവിന് ബ്രാൻഡ് അല്ല, ഇത് അവനവൻ വിചാരിച്ചാൽ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പക്ഷെ നമുക്ക് അതിനൊരു പിന്തുണ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിനെതിരെയാണെന്നുള്ളത് അവയർനെസ് കൊടുക്കാൻ സാധിക്കും. ഇത് മയക്കുമരുന്നിനെതിരെയുള്ള തന്നെ ഒരു പാട്ടാണ് ഇത്. ഒരു സിനിമയിലെ പാട്ട് തന്നെയാണ്. ഞാൻ തന്നെ പാടിയതാണ് അത്. ജലീൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന് മുന്നിട്ട് വന്നത് പ്രൊഡ്യൂസറായിട്ട്. അപ്പോൾ ഇതിനെതിരെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ റിസ്കുകളുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സിനിമയാണ് കുടുംബയുദ്ധമാണ്. അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ രഞ്ജിത്ത് ലാലാണ്. മ്യൂസിക് ചെയ്ത ആൾ ഇപ്പോൾ ഇല്ല. അദ്ദേഹം മ്യൂസിക് ചെയ്തതിന് ശേഷം ഇത് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. സക്രിയ ബക്കളം എന്ന് പറഞ്ഞ് കോഴിക്കോടുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ വരികൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷംന എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് അത് പൂർത്തിയാക്കിയത്. അപ്പോൾ ഒരു അച്ഛൻ്റെ വേദന, അച്ഛൻ മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ട് മകൾ നഷ്ടപ്പെടുന്നതാണ്. ഇത് ഞാൻ പാടുന്നതിന് മുമ്പ് ഡോക്ടർ വന്ദനാദാസിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ആ അച്ഛനും നഷ്ടപ്പെട്ടതൊരു മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരാൾ ആ കൊച്ചുമകളെ അല്ലേ ഒതുക്കിയത്. അപ്പോൾ ആ വേദനയോടുകൂടി ഞാൻ പാടിയതാണ്. അപ്പോൾ എന്നെ കൊണ്ട് പാടിക്കാനുള്ള കാരണം ഞാൻ അഭിനയിക്കുന്ന വേഷം അയാൾ കരഞ്ഞു പാടുന്നതാണ്. അപ്പോൾ ആ ഇമോഷൻ കറക്റ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഷെയർ ചെയ്തത് വിനീത് ശ്രീനിവാസനാണ്. നല്ലതാണെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പാട്ടുകാരൻ തന്നെ കൊടുക്കണം. പിന്നെ എം ജയേന്ദ്രൻ അതിനെ പ്രകീർത്തിച്ച് എഴുതുകയുണ്ടായി. ആ ഒരു പാട്ടാണ് പാടുന്നത്. അപ്പോൾ ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുന്നില്ല നമുക്ക്. എല്ലാം റെഡിയാണല്ലോ. ടിനി പാടാൻ പോകുന്നു. അതല്ല, ഇതിനകത്തൊരു ഒരു ആദർശം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെ. ഈ സിനിമ മിക്കവാറും ഫ്ലവേഴ്സിൽ തന്നെ ആയിരിക്കും ടെലികാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതും ഒരു സന്തോഷമുള്ള കാര്യം. അപ്പോൾ തുടങ്ങാം. എന്തെങ്കിലും പറയാനുണ്ടോ? മ്യൂസിക്. അച്ഛൻ്റെ പൊന്നല്ലേ, കുഞ്ഞു മോളല്ലേ, നീ എൻ്റെ തങ്കക്കുടമല്ലേ, വാരിളം തേനല്ലേ, നീ താരിളം പൂവല്ലേ, വാടിയിരുന്നാലോ അച്ഛൻ്റെ നെഞ്ചിരുത്തിയല്ലേ. അച്ഛൻ്റെ പൊന്നല്ലേ, കുഞ്ഞു മോളല്ലേ, നീ എൻ്റെ തങ്കക്കുടമല്ലേ, വാരിളം തേനല്ലേ, നീ താരിളം പൂവല്ലേ, വാടിയിരുന്നാലോ അച്ഛൻ്റെ നെഞ്ചിരുത്തിയല്ലേ.
നല്ല നല്ല വികാരം ഉണ്ടായിരുന്നു. നമുക്ക് അതിനെ വേണ്ടത് സിൻസിയർ ആയിട്ടുള്ള ഫീലിംഗ്. അത് തീർച്ചയായിട്ടും ആ സിനിമയും ഇതിൽ വരുമ്പോൾ എല്ലാവരും കാണണമെന്നുള്ള. മാത്രമല്ല പ്രജിൻ ടിനി ഇടയ്ക്ക് സിനിമാ രംഗത്തുള്ള ലഹരിയൊക്കെ പറഞ്ഞ് ടെൻഷനായ ആളാ. അല്ല ഇപ്പൊ പറയാൻ പാടില്ല, കാരണം എന്താ പറയട്ടെ, ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുകയാണ്. 15-ാം തീയതി ഇലക്ഷൻ. കോണ്ടാക്ട് നിലനിൽക്കുക. ഭരണാധികാരി ചട്ടവിരുദ്ധമാവരുത്. മ്യൂസിക് ഭയങ്കര ലഹരിയാണ് അല്ലേ? അത് മ്യൂസിക് നമ്മൾ ഒരു അഭിമുഖത്തിൽ കണ്ടതാണ്. ഒരു അപ്രതീക്ഷിതമായിട്ട് ടിൻ ചേട്ടൻ ഗിറ്റാറിൽ ഒരു വെസ്റ്റേൺ അല്ലേ, എനിക്ക് തോന്നുന്നു അന്ന് സ്കോർപ്പിയൻസിന്റെ ഏതോ ഒരു അറിയാലോ, പാട്ടുകളൊക്കെ ഞാൻ പുലിവാലി പിടിച്ചിരിക്കുക പറഞ്ഞു. ഒരു പ്രൊഡ്യൂസർ തയ്യാറാവുന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ ഇവിടുത്തെ പരിപാടിക്ക് പാടിയിരുന്നത്. പ്രജൻ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ട് ഒത്തിരി പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഒരു ഗിഫ്റ്റഡ് സിംഗറാണ്. അതാണല്ലോ പ്രധാനം. അല്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. അതെ. പക്ഷേ ഞാൻ പിന്നെ അവസാനം വിചാരിക്കുന്ന ഗോപാലേട്ടനോട് ഒറ്റ പറയാമെന്ന് വിചാരിക്കും. അല്ലാതെ എവിടെയാ പറയുക അല്ലേ? ഗോപാലേട്ടന്റെ ഒരുപാട് ആഘോഷങ്ങൾ വരുന്നുണ്ടല്ലോ തുടർച്ചയായിട്ട്. അപ്പൊ അവിടെ സ്റ്റേജിൽ പാടാൻ സാധിക്കും. അല്ല സിനിമയിൽ പാടണം. അതല്ലേ പ്രശ്നം. സ്റ്റേജ് പാടാൻ നമ്മുടെ തന്നെ സ്റ്റേജ് കിടക്കും. അല്ല ഐറ്റം വേറെ നമുക്ക് അവിടെ പാടാൻ വേറെ അങ്ങനത്തെ ഐറ്റങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അതിലാദ്യം ഒന്ന് പാടാം. വാർത്തയിലെ പാട്ടുകാർ പ്രൊഡ്യൂസേഴ്സിന് ആവശ്യമുണ്ട്, അവർ വിളിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഞായറാഴ്ച നന്നായിരിക്കട്ടെ. ഓക്കെ. അപ്പൊ നേരെ എങ്ങോട്ടാ? നേരെ വീട്ടിലേക്ക്. വീട്ടിലിരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ വീട്ടിലിരിക്കാന്നുള്ളത്, അതാണ് നമ്മുടെ ലഹരി. അല്ല അത് ഈ ഇടയ്ക്ക് നമ്മളൊരു ഒരാളെ കണ്ടപ്പോഴേ, അദ്ദേഹം വളരെ തിരക്കുള്ള മനുഷ്യൻ. അദ്ദേഹം കുടുംബത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയല്ല. കൃത്യം 8 മണിയാകും വീട്ടിൽ കയറും. പക്ഷെ കുടുംബത്തിൽ കാര്യം നടക്കി നമ്മൾ പുറത്തും പോകണം. ഞാൻ സാറിന്റെ കാര്യത്തിൽ അത്ഭുതപ്പെടുന്നത്, ഏഷ്യാനെറ്റിൽ എന്നെ ജഡ്ജാക്കുന്നത് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ കോട്ടൊക്കെ തരുന്നത്, നമ്മുടെ കോമഡി. അപ്പോ സാറ് 2 മണി വരെ ഇരിക്കാണ് രാത്രി. അപ്പൊ ഞാൻ പറയും സാറിന് വീട്ടിൽ പോയി കൂടെ 7 മണി. പക്ഷെ അത് സാറിന്റെ ലഹരി ഇതാണ്. ഒരു ലഹരി. സന്തോഷം. പ്രജൻസി മറക്കണ്ട. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പാടാം. നിങ്ങൾ തകർത്തു. കാര്യം നമ്മുടെ സഹപ്രവർത്തകയായ ശ്വേതാ മേനോന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തതിൽ തകർത്തു. അത് പിന്നെ അങ്ങനെ തന്നെ വേണ്ടേ. ആരെങ്കിലും ഏറെ കയറ്റിയോ? ഒരു പരാതിക്കാരനെ വിളിച്ചിരുത്തേ നൈസേട്ടൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.